ഇന്നലെ സഭയിൽ ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും പുനർനിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സംഗതി, അതൊരു വനിതാ സംവരണ പശ്ചാത്തലത്തിൽ അതിനെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ മനോഹരമായി അതിനെ കണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു ശ്രീ കെ.സി. വേണുഗോപാൽ. അദ്ദേഹം അക്കമിട്ട് കിരൺ റിജ്ജുവിനോട്, സഭയിലുണ്ടായിരുന്ന കിരൺ റിജ്ജുവിനോട് ചോദിച്ചു, ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഈ മണ്ഡലം പുനർനിർണയ സംവിധാനങ്ങൾ ഇതുപോലെ പൊതിഞ്ഞ് വനിതാ സംവരണത്തിൽ കൊണ്ടുവന്ന് ഒരു ബില്ലാക്കി മാറ്റി ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നൊരു കീഴ്വഴക്കമുണ്ടോ? ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ മണ്ഡലം പുനർക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്, ഡീലിമിറ്റേഷൻ നടന്നിട്ടുണ്ട്, മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് കൺസെൻസസിലാണ്. എന്ന് പറഞ്ഞാൽ അതിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ഇന്ത്യയിലെ ഒരു ഭരണകൂടവും ആഗ്രഹിച്ചില്ല. തങ്ങൾക്കിഷ്ടപ്പെട്ടത് കൂടുതൽ വിഭജിച്ച് അത് കൂടുതൽ മണ്ഡലങ്ങളാക്കാൻ, ഇഷ്ടമില്ലാത്തതിനെ പരിഗണിക്കാതിരിക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിൻ്റ് കെ.സി. വേണുഗോപാൽ അതിൽ ചോദിച്ചത്, 2014 ഇതേ സഭയിൽ ഏകപക്ഷീയമായി എല്ലാവരും കൂടി വോട്ടിട്ട് അംഗീകരിച്ചു. എന്താ അംഗീകരിച്ചത്? ഈ പറയുന്ന വനിതാ സംവരണം നടത്തണം. രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം പങ്കുവച്ചു. അന്ന് സ്പീച്ചിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഭാഗം, അതായത് ഈ സഭയിൽ തന്നെ നടത്തണം, ഇപ്പോൾ ഉള്ള 540ഓളം വരുന്ന സീറ്റുകളിൽ നിന്ന് 30% നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നൽകാതെ അത് കാത്തിരുന്ന ശേഷം ഇലക്ഷനായപ്പോൾ, ഏതൊക്കെ പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഇലക്ഷനായപ്പോൾ ഈ ബൈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ പൊടിതട്ടി എടുത്തുകൊണ്ട് വന്നതല്ലേ എന്ന് കൃത്യമായി ചോദിച്ചു. എണ്ണി ചോദിച്ച് സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഈ കൊണ്ടുവന്ന ബില്ല് അടിയന്തരമായി പിൻവലിച്ച് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പുതിയ ബില്ല് കൊണ്ടുവരണം എന്ന വളരെ കൃത്യമായ സ്പീച്ച് സഭയിൽ കെ.സി. വേണുഗോപാൽ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ കണ്ടൻറ്റ് ഞാനിതോടൊപ്പം ഷെയർ ചെയ്യുന്നു. സർ, ആസ് പെർ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ 72, I raise here to object the bill introduced by Mr. Megwal ji and Ramesh Shah ji. Sir, this actually is a fundamental, this bill is completely a fundamental attack on Indian federal structure, sir. So what exactly the intention of the introduction of the bill? This is what the entire country is now watching. Last 2023, Lok Sabha and Rajya Sabha, the Parliament passed a bill ensuring 33% women reservation in the Parliament and Vidhan Sabha. Sir, that point of time itself, Leader of Opposition Rahul Gandhi from here, Leader of Opposition of other house, Mr. Mallikarjuna Kharge ji, and former CPP chairperson Sonia Gandhi ji, and all other opposition leaders completely asked the government, yes, this women reservation has to be enforced in 2024. वेणुगोपाल जी, वेणुगोपाल जी, एक मिनट सुनिए. एक मिनट वेणुगोपाल जी, मैं प्लीज आपको एक मिनट मैं दे रहा हूँ. पूरे विषय पर मैं बोलने दूंगा, पर्याप्त समय दूंगा, लेकिन ये विषय अभी बिल इंट्रोड्यूस का है, उस पर बोल रहे. बाकी आप पूरा विषय रखना, मैं सबको पूरा विषय समय दूंगा. भूमिका इसमें नहीं बांधते. 81 and 82 completely provide the protection for fixing the seats of state on representation basis. This government want to completely hijack that constitutional protection and they want to put. The bill is very clear, sir. The bill, sir. नहीं, मेरा एक अनुरोध है, मेरे को आप नहीं, स्पीकर ने कहा है आप बोल सकते हैं, मगर स्पीकर ने जब कहा कि रूल 72 में है, आप इंट्रोडक्शन को अपोज करने के लिए रूल्स 72 में जो आप बोलना चाहते हैं तो वो टेक्निकल विषय है. आप जो है पूरा इशू पे डिबेट पे शुरू हो गया. वेणुगोपाल जी, ये डिबेट का समय का नहीं है, ये टेक्निकल आप ऑब्जेक्शन जो उठाया उस पे बोलना है. कॉम्पिटेंसी ऑफ द हाउस का जो मामला है आप उसको बताइए. नहीं, पूरा मौका देंगे. कोई अभी बिल पास थोड़ी हो रहा है. आप जितने घंटे जाओगे उतने घंटे मौका दूंगा. 33% of women reservation,
why don't you implement in 2024 election? Sir, you only, sir. They're very clear. गृह मंत्री जी क्या कह रहे हैं? बिल के पुरस्तापित थे बगैर बिल के मेरिट्स पर कैसे चर्चा हो सकती है? अभी उनको तकनीकी ऑब्जेक्शन है तो ही वो ले सकते हैं। एक बार बिल पुरस्तापित होने के बाद ही बिल के मेरिट्स पर सदन के सदस्य बोल सकते हैं। अभी ये सदन इस स्टेज पर है कि बिल को पुरस्तापित करना या ना करना, तो बिल को पुरस्तापित करने के लिए टेक्निकल ऑब्जेक्शन ही रूल 72 में वो ले सकते हैं। उनको भाषण करने का पर्याप्त मौका मिलेगा और आप बड़े दयालु हो, ज्यादा मौका देना उनको, हमें कोई, और हम भी कस कर जवाब देंगे, हमें कोई तकलीफ नहीं है। परंतु अभी जो रूल्स है वो रूल से है कि वो तकनीकी ऑब्जेक्शन ही ले सकते हैं, बिल के मेरिट्स पर नहीं बता सकते। Sir, what is the procedure of the House, sir? Sir, you तो honorable speaker, प्रोसीजर sir. सुनना चाहते हैं? Well, sir, you allow me to speak. नहीं, Yes, sir, allow. you allow me to speak. अलाउ कर दिया Minister can reply final. इनका Minister माननीय can गृह मंत्री reply. जी का बिल लिस्ट मैंने मौका दिया उनको। Why, Amit Shah ji interfering minute? He can reply, sir. What is there, sir? No, you no. can reply. You can reply. Sir, my point is very clear. Sir, this bill. चालू है, माइक चालू है, आपका ही बंद होता है, इनका बंद नहीं होता। Mike is not watching. माइक चालू है। Sir, therefore, we insisted that women reservation should be implemented in 2024. You brought a bill that women reservation will be implemented after the census and census after delimitation. This is by the government only, not from opposition. Now you are telling delimitation census is not possible before 2029. Therefore, you have a better example in Assam. You have a better example in Jammu Kashmir. How you completely done the delimitation exercise. Entire country know that. You want to centralize that delimitation now nationally. Sir, my point is that, sir, this is against, sir, you are. When Indira Gandhi ji was the Prime Minister, the protection of the state has been given by the Constitution 25 years. Sir, Atal Bihari Vajpayee ji also in 2001. Atal Bihari Vajpayee also extended that protection. Now you want to take away the protection given by Indira ji and Atal Bihari Vajpayee. Your intention is very clear, sir. Your intention is to hijack Indian democracy. You know about the Indian people mindset. You are scared of 2029 election. You want an escape route to cover up that 2029. That is why you bring the anti-constitutional bill. Therefore, I think the minister has to withdraw this bill, sir. This is the minister has to withdraw this bill.